This is our time now, where we're going, these dreams we're holding. Oh, and now we know it. All the world is ours to take. You and me will find a way. Oh, the wonder that awaits. Here we are, forever starts today. സാധ്യമാകുമല്ലോ. ആശീർവദിക്കുന്നത് മാർത്തോമാ സഭയുടെ സീനിയർ സഭ്രൻ മെത്രാപ്പൊലീത്ത മാർത്തോമാ ഇടവകയിലേക്ക് ദേവാലയത്തിലേക്ക് സ്വാഗതം ചെയ്തു. ഇപ്പോൾ ഗായക സംഘം ആദ്യത്തെ ഗാനം ആരംഭിക്കും.
ഞങ്ങൾ സന്തോഷിക്കുമാറാകണമേ. പിതാവും പുത്രനും പരിശുദ്ധമായ ദൈവമേ, സ്തുതിയും സ്തോത്രവും നിനക്ക്. നിന്റെ
വാഴ്വുകളുടെ മക്കളെയും സന്തോഷങ്ങളുടെ കാലങ്ങളെയും ഓർക്ക് നൽകണമേ.
ഈ മണവാളനെ മണവാട്ടിയെ കാത്തുകൊള്ളണമേ. പിതാവും പുത്രനും പരിശുദ്ധമായ ദൈവമേ, ഞങ്ങളെല്ലാവരുടെ മേലും നിന്നെ അനുഗ്രഹം വർഷിപ്പിക്കുകയും ചെയ്യണമേ. ഓശോ ഞങ്ങളുടെ രക്ഷകനുമായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ഇപ്പോൾ ഗായക സംഘം ഒരു ഗാനം ആരംഭിക്കും.
നിന്റെ നിത്യസന്തോഷങ്ങൾക്ക് ഞങ്ങളെ നീ ക്ഷമിക്കണമേ. ഞങ്ങൾ അവരോടുകൂടെയും അവരുടെ ഇടയിൽ നിനക്ക് പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരയറ്റുകയും ചെയ്യുമാറാകണമേ. നിന്റെ നഗരങ്ങളാൽ ഇവരെ നീ സന്തോഷിപ്പിക്കണമേ. നിന്റെ ദൈവിക കൽപ്പനകളുടെ ആനന്ദം ഇവരെ നിറയ്ക്കണമേ. പിതാവും പരിശുദ്ധമായ ദൈവമേ, ഇവർ സന്തോഷത്തോടും ആനന്ദത്തോടും കൂടെ നിനക്ക് സ്തുതി പാടുകയും നിന്റെ തിരുസന്നിധിയിൽ ഉല്ലസിക്കുകയും ചെയ്യുമാറാകണമേ. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. Oh
പ്രസാദിക്കുകയും ചെയ്യുന്ന ദൈവമായ കർത്താവേ, എല്ലാ സ്ഥലങ്ങളിലും സഞ്ചരിക്കുന്നവരും പ്രത്യേകമായി ഇവിടെ എത്തുന്ന നിന്റെ കീഴിലും നിന്റെ ദൈവയുടെ സന്തോഷിപ്പിക്കണമേ. കർത്താവിനെ കാത്ത് സ്വർഗ്ഗത്തിലേക്ക് ഓടുവാനും ആത്മീയ പൂർണ്ണതരാകുവാനും ഇവർക്ക് നൽകുമാറാകണമേ. കർത്താവേ, സ്നേഹിക്കുന്നവരും പാപമാകുവാൻ ഇവർക്ക് സന്ധിയാകണമേ. നിന്റെ പരിശുദ്ധ വാസത്തിലെടുത്തുവാനും സഭയുടെ സാധന ഒഴിവാകുവാനും ഇവരുടെ ഹൃദയങ്ങളെ നിന്റെ ആത്മീയാമൃതോട് നീ കിടക്കാനും നിന്നോട് ഭയത്തോടെ നിന്റെ കരുണയുടെ താല്പര്യമുള്ളതാകുവാൻ ഞങ്ങൾക്കും ഇവർക്കും ഇടയാകണമേ. കർത്താവേ, പരിശുദ്ധമായ സംഘങ്ങളിൽ അന്യോന്യം സ്നേഹിക്കുന്നവരും തിന്മപ്പെട്ടവരെ ദ്വേഷിക്കുന്നവരും നിന്റെ ദൈവത്തിന് അനുസൃതമായിട്ട് ഇടയാകണമേ. നിന്റെ യോഗ്യതയാകണമേ. നല്ലൊരു മനുഷ്യനെ സ്നേഹിക്കും നീയാകിയാൽ നിനക്കും നിന്റെ പിതാവിനും നിന്റെ വിശ്രമമായി സ്തുതിയും സ്തോത്രവും ചെയ്യുന്നു. ശരീരത്തിന്റെ രക്ഷിതാവുന്ന പ്രകാരം പുരുഷൻ സ്ത്രീയുടെ തലയാകുന്നു. കീഴ്പ്പെടുന്ന പ്രകാരം തന്നെ ഭാര്യമാരും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് സംഘത്തിന് കീഴ്പ്പെട്ടിരിക്കണം. പുരുഷന്മാരെ നിങ്ങളുടെ ഭർത്താക്കന്മാരെ സ്നേഹിക്കുകയും വിശയാദന്റെ സഭയെ സ്നേഹിക്കുകയും ജലസ്നാനത്താൽ സഭയെ സ്നേഹിക്കുകയും ജലസ്നാനത്താൽ അതിനെത്താലും അതിനെ ശുദ്ധീകരിച്ച വെളിവാകുവാനും മഹത്വമുള്ളതായ വാല്യവും കറിയും ഇവയ്ക്ക് സമമായ യാതൊന്നുമില്ലാതെ വിശുദ്ധിയും നിഷ്കളങ്കമായി നൽകിയ സഭയായി അതിനെ നിർത്തുവാനും അതിനുവേണ്ടി തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തതുപോലെ തന്നെ ഇപ്രകാരം നമ്മുടെ ശരീരങ്ങളെ എന്ന പോലെ ഭാര്യമാരെ സ്നേഹിപ്പാൻ പുരുഷന്മാർക്ക് ന്യായമാകുന്നു. സഹോദരനെ വണക്കത്തോട് വണക്കത്തോട് ശ്രദ്ധിച്ച് നമ്മുടെ കർത്താവായ വിശുദ്ധദേവൻ കേൾക്കരുത്. ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിവിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. Amen.
യാക്കോബിനും യോസേഫിനും സന്തോഷിച്ചതുപോലെ
സകലജാതികളും സന്തോഷിച്ച് സ്തുതി പാടട്ടെ. ദൈവം ഐശ്വര്യങ്ങൾ കൊണ്ടും സമ്പത്ത് കൊണ്ടും സകല ഭാഗ്യങ്ങൾ കൊണ്ടും നിങ്ങളെ അഭിവൃദ്ധിപ്പെടുത്തട്ടെ. ആ പാപിയായ സ്ത്രീയുടെ പാപങ്ങൾ പരിഹരിച്ചതുപോലെ നിങ്ങളുടെ കടങ്ങളും പാപങ്ങളും പരിഹരിക്കപ്പെടുമാറാകട്ടെ. വലതുഭാഗത്തെ കടലെ പോലെ നിങ്ങൾ സ്വർഗരാജ്യത്തിന് അവകാശങ്ങളായി തീരട്ടെ. ഇസ്രായേലിന് പ്രവചിച്ച മണവാട്ടിയുമായി ഉടമ്പടി ചെയ്യുവാൻ സീനായി പർവ്വതത്തിലിറങ്ങിയ അത്യുന്നതൻ നിങ്ങളെയും നമ്മുടെ സർവ്വസനത്തെയും വാഴ്ത്തുമാറാകട്ടെ. സ്വർഗ്ഗത്തിന്റെയും ഭൂമിയുടെയും നാഥനെല്ലാം സ്തുതി കരയേറ്റുകയും ചെയ്യണം. ഹോശോ വഹുല സുബ്ഹാനഹു ഈ സമയത്ത് വിശ്വാസികളെ കരുതൽപ്പെടുത്താണമെന്ന് നമ്മുടെ വിശുദ്ധ പിതാക്കന്മാരിൽ നിന്ന് നാം കൈക്കൊണ്ടിട്ടുള്ളത് നമ്മുടെ ബഹുമാനപ്പെട്ട പൂർവ്വന്മാർ നമ്മെ പരിമേൽപ്പിച്ചുമായി പതിവ് നമുക്കുണ്ട്. നമ്മുടെ മുൻപാകെ നിൽക്കുന്നവരോട് അവർ സത്യത്തിലും നീതിയിലും നല്ല പ്രവർത്തികളിലും താല്പര്യമുള്ളവരും സൽക്രിയകളിലും ജാഗ്രതയുള്ളവരുമായിരിക്കാൻ വീണ്ടും ഉറപ്പായി നാം കൽപ്പിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങളുടെ മക്കൾ, നിങ്ങൾ ദൈവത്തിൻ്റെ മുൻപാകെ നമ്മുടെ കർത്താവായ യേശു മിശിഹായ സിംഹാസനമാകുന്ന ജീവന്റെ മേശയുടെ മുൻപാകെ, ശ്രീബായുടെ മുൻപാകെ, വിശുദ്ധ എവങ്കേലിയോന്റെ മുൻപാകെ, ഈ യോഗത്തിന്റെ മുൻപാകെ, ഹൃദയവിചാരങ്ങളെ അറിയുന്നവന്റെ മുൻപാകെയും അത്രേ നിൽക്കുന്നത് എന്ന് കരുതുന്നു. ഇതാ ഇന്നു മുതൽ നിങ്ങളെ ഭാര്യ ഭർത്താക്കന്മാരായി സംയോജിപ്പിച്ചിരിക്കുന്നു. ദൈവം എനിക്കും നിങ്ങൾക്കും ഇടയിൽ വ്യത്യസ്തനായിരിക്കട്ടെ. നിയമവിരുദ്ധമായി നിങ്ങൾ ചെയ്യുന്ന സകലത്തിൽ നിന്നും ഞാൻ കുറ്റമില്ലാത്തവനായിരിക്കും. ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും പട്ടകാലത്തേക്ക് ശമാശന്മാരുടെ വിശ്വാസമുള്ള ജനത്തിന്മേലും മണവാളന്റെ മേലും മണവാട്ടിയുടെ മേലും വിരുദ്ധരെ ക്ഷണിക്കപ്പെട്ടവരുടെ മേലും ക്ഷണിക്കുന്നവരുടെ മേലും ഒന്നാമസിച്ച് വ്യാപിക്കുമാറാകട്ടെ.
നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ വലങ്ക് എല്ലായ്പ്പോഴും ഇവരുടെ മേൽ കാക്കുകയും ചെയ്യട്ടെ. ആമേൻ. വീണ്ടും വിശ്വാസികളെ, നിങ്ങൾ ഓരോരുത്തരാകുന്നുവെന്ന് ഓരോരുത്തരും സൂക്ഷിച്ചു പോകുന്നതായി കൽപ്പന നിങ്ങളോടെല്ലാവരോടുമാകുന്നു എന്ന് അറിഞ്ഞുകൊള്ളി. എന്തുകൊണ്ടെന്നാൽ ഇവളുടെ ചർച്ചക്കാരെ വിട്ടുപിരിഞ്ഞ് ഉള്ള ഭർത്താവിനോട് ഒന്നിച്ചിരിക്കുന്നു. അതിനാൽ അവൻ ഇനിയും അവളെ പ്രസാദിപ്പിച്ച് അവളോട് ദയവായി വർത്തിക്കണം. അവൻ വസ്ത്രമില്ലാത്തവനായിരുന്നാലും അവളെ വസ്ത്രം ധരിപ്പിക്കുമാറാകണം. അവൻ വിശന്നിരിക്കേണ്ടി വന്നാലും അവൾക്ക് ആഹാരം കൊടുക്കണം. അവൾ ദാഹിച്ചിരിക്കേണ്ടി വന്നാലും അവൾക്ക് കുടിപ്പാൻ കൊടുക്കണം. അവൻ അവളോട് ഏത് പ്രകാരം വർദ്ധിക്കണമോ അതുപോലെ അവളും അവളോട് വർദ്ധിക്കുകയും യോഗ്യമായ വണ്ണം അവനെ ശുശ്രൂഷിക്കുകയും ചെയ്യേണ്ടത് ന്യായമാകുന്നുവല്ലോ. അവൾ സകലത്തിലും സ്നേഹത്തോടും പ്രേമത്തോടും അവനോട് വർദ്ധിക്കുകയും വേണം. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ കൃപ ഞങ്ങളുടെ മേലും നിങ്ങളുടെ മേലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. അഖിൽ ജനം ഇന്നു മുതൽ കർത്താവിന്റെ ഭാര്യഭർത്താക്കന്മാരായി സംയോജിപ്പിച്ചു ക്രിസ്തീയ ഒരു ജീവിതം വലിയ ചുമതലയും വലിയ പദവിയും തമ്മിൽ തന്നെ വഹിക്കുകയും ക്ഷണിക്കുകയും പരസ്പര ധാരണയുണ്ടാക്കുന്നതിനായി ശ്രമിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. നിങ്ങൾ എല്ലാവരും സ്നേഹിക്കുന്നവരും മറ്റുള്ളവരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവരുമായിരിക്കും. ദരിദ്രരെയും പരദേശികളെയും ബുദ്ധിമുട്ടിലിരിക്കുന്നവരെയും സഹായിക്കുന്നവരും ആയിരിക്കണം. തിരുവചന ധ്യാനത്തിൽ കുടുംബ പ്രാർത്ഥനയിൽ നിങ്ങൾ ജാഗ്രതയുള്ളവരായിരിക്കണം. നിങ്ങൾ ഒരുമിച്ച് ക്രമമായി ബലിയാരാധന സംബന്ധിക്കുകയും ക്രമമായി വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും വേണം. പണം, സമയം, കഴിവ് നിങ്ങൾ ദൈവത്തിൻ്റെ ഗ്രഹവിചാരത്തിന് മനസ്സിലാക്കണം. വരുമാനത്തിൻ്റെ ഒരു അംശം വേർതിരിച്ച് ദാനതത്വം സഭയുടെ സുവിശേഷകരമായി ഉപയോഗിക്കാം. ദൈവം നിങ്ങൾക്ക് മക്കളെ നൽകുമ്പോൾ അവർ ദൈവഭക്തിയിൽ, നീതിബോധത്തിൽ, സഭാസ്നേഹത്തിൽ വളർത്തണം. ഇപ്പോഴാണ് ക്രിസ്തീയ ജീവിതം അനുഭവിക്കാൻ ദൈവം നിങ്ങളെ സഹായിക്കും. എല്ലാവർക്കും വേണ്ടി ആകാശഭൂമി സഞ്ചാരത്താവുന്നവരെ നിങ്ങളെ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായ ശുശ്രൂഷകളെ സംബന്ധിച്ച നിങ്ങളെ ദൈവമായ കർത്താവിനെ ആസ്വദിക്കുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ത്രിയേക ദൈവം ബലഹീനതയും കുറവുമുള്ള നമ്മുടെ പ്രാർത്ഥനകൾ സിംഹാസനത്തിൽ കേൾക്കുകയും കൈക്കൊള്ളുകയും